ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സിബ്ലിങ്സ് കിച്ചൺ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷവർമയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷവർമ സമൂസയുടെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ ഷവർമ സമൂസയിലോട്ട് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടി ചതച്ചെടുത്തതാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ബോൺലെസ് പീസസ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചിക്കന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതൊരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഷവർമ സമൂസയിലോട്ട് ആവശ്യമായിട്ടുള്ള മയണൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ 3 എഗ് വൈറ്റ്, 3 ടീസ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, 2 അല്ലി വെളുത്തുള്ളി, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മാത്രം ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഒരു 30 സെക്കൻഡ് ടു 1 മിനിറ്റ് വരെയൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പൊ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഫുള്ളും ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കണ്ട. നമുക്ക് ആദ്യം ഒരു 1/2 കപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ബാക്കി ആഡ് ചെയ്താൽ മതി. ഒരു 1 to 2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. ഇപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മൾ മയണൈസ് ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല തിക്കായിട്ടുള്ള മയണൈസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഷവർമ സമൂസേൻ്റെ ഉള്ളിൽ ഈ മയണൈസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് തിക്കാണെങ്കിൽ മാത്രമേ നമ്മുടെ സമൂസ നല്ല രീതിയിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് മയണൈസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ യൂഷ്വലി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലോട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിച്ചിട്ട് കൊടുത്താൽ മതി. വല്ലാണ്ട് അങ്ങനെ ചെറിയ പീസായി പോകണ്ട, നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഷവർമ സമൂസയിലോട്ട് ആവശ്യമായിട്ടുള്ള വെജീസ് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് കാബേജ് ചെറുതായി കട്ട് ചെയ്തതും, അതുപോലെ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, 1/4 കപ്പ് സവാള കൊത്തി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ നേരത്തെ പിച്ച് വെച്ച ചിക്കനും, ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് മെയിൻ സംഭവം ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് നമ്മുടെ മയണൈസ്. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം വല്ലാണ്ട് അങ്ങ് ലൂസായി പോവരുത്. ഇതാണ് ഒരു കൺസിസ്റ്റൻസി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ് സമൂസയുടെ ഷീറ്റിലോട്ട് വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കണം. കോർണേഴ്സിലെല്ലാം നമ്മൾ മൈദ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സമൂസ നല്ല രീതിയിൽ ഒട്ടിക്കിട്ടും. ഇപ്പം നമ്മുടെ എല്ലാ സമൂസയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ചൂടുള്ള ഓയിലിലോട്ട് ഇട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വന്നാൽ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.
അങ്ങനെ നമ്മുടെ അടിപൊളി ഷവർമ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈവനിങ്ങിന് പറ്റിയൊരു നല്ല അടിപൊളി സ്നാക്കാണ്. നമ്മൾ നോർമൽ സമൂസ ഉണ്ടാക്കുന്നേക്കാളും എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു 30 മിനിറ്റൊക്കെ മതി നമുക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.